ഗാർഹിക പാചകവാതക ഉപഭോക്താക്കൾക്ക് ആശ്വാസ വാർത്ത LPG EKYC നടപടികൾ പൂർത്തിയാക്കാനുള്ള അവസാന തീയതി നീട്ടി നൽകി. നിലവിൽ രാജ്യത്തുടനീളമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഈ പരിശോധന പൂർത്തിയാക്കാൻ വിവിധ ഏജൻസികളെയാണ് ആശ്രയിക്കുന്നത്. ഗാർഹിക പാചകവാതക ഉപഭോക്താക്കൾക്ക് ആശ്വാസ വാർത്ത എത്തിയിരിക്കുന്നു. ഇനി മുതൽ LPG EKYC നടപടികൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ പൂർത്തിയാക്കാനുള്ള അവസാന തീയതി നീട്ടിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതെ, നിരവധി ഉപഭോക്താക്കൾക്ക് സമയത്തിനുള്ളിൽ EKYC പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. പ്രധാനമായും സാങ്കേതിക തടസ്സങ്ങളും സെർവർ തകരാറുകളുമായിരുന്നു അവർ നേരിട്ടത്. ഈ പ്രതിസന്ധി കണക്കിലെടുത്താണ് വലിയ മാറ്റം എണ്ണ കമ്പനികളും അധികൃതരും നടത്തുന്നത്. അതിനായി കൂടുതൽ സമയമാണ് അനുവദിച്ചിരിക്കുന്നത്. പുതിയ തീരുമാനപ്രകാരം ഉപഭോക്താക്കൾക്ക് ആശ്വാസകരമായി കൂടുതൽ ദിവസങ്ങൾ കൂടി ഇനി ലഭിക്കും. അതിനാൽ EKYC നടപടികൾ ഉടനടി പൂർത്തീകരിക്കണമെന്നും കമ്പനി പറയുന്നു. സബ്സിഡി തുക തടസ്സമില്ലാതെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തുന്നതിനാണ് ഇത്തരത്തിൽ പരിശോധന നിർബന്ധമാക്കി മാറ്റിയിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകളാണ് രാജ്യത്തുടനീളം ഈ പരിശോധന പൂർത്തിയാക്കാൻ വിവിധ ഏജൻസികളെ ആശ്രയിക്കുന്നത്. സമയപരിധി അവസാനിക്കുന്ന അവസാന നിമിഷങ്ങളിൽ ഗ്യാസ് ഏജൻസികൾക്ക് മുന്നിൽ വലിയ തിരക്കും അനുഭവപ്പെട്ടിരുന്നു. അതിനാൽ പലയിടങ്ങളിലും സെർവർ തകരാറുകൾ കാരണം പലർക്കും മണിക്കൂറുകളോളം കാത്തുനിൽക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നു. അതിനാലാണ് കമ്പനി ഇത്തരത്തിലൊരു വലിയ മാറ്റം നടപ്പിലാക്കുന്നത്. ഗ്യാസ് കണക്ഷൻ ഉടമകൾ സ്വന്തം മൊബൈൽ ആപ്പുകൾ വഴിയോ ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴിയോ ഇത് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോഴുള്ളത്. മാത്രമല്ല, ഉപഭോക്താക്കൾക്ക് ഗ്യാസ് കമ്പനികളുടെ ആപ്പുകളിൽ ലോഗിൻ ചെയ്ത് വിവരങ്ങൾ പരിശോധിക്കാനും കമ്പനി അവസരമൊരുക്കുന്നു. മാത്രമല്ല, നിങ്ങളുടെ ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് OTP എത്തും. അതുപയോഗിച്ച് ഇത് പൂർത്തിയാക്കാനും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് സാധിക്കുന്നതായിരിക്കാം. ഫേസ് റെക്കഗ്നേഷൻ ആപ്പുകൾ ഉപയോഗിച്ചും വളരെ എളുപ്പത്തിൽ EKYC പരിശോധനകൾ പൂർത്തീകരിക്കാം, അതും വീട്ടിലിരുന്ന്. സാങ്കേതികമായി ഇത് ഉപയോഗിക്കാൻ അറിയില്ലാത്തവർ സമയം കളയാതെ നേരിട്ട് ഗ്യാസ് ഏജൻസി ഓഫീസുകളെ സമീപിക്കുന്നതായിരിക്കും നല്ലത്. സബ്സിഡി തുക കൃത്യമായി ലഭിക്കുന്നതിന് ഈ നടപടി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം. ഇത് അധികൃതർ നൽകുന്ന ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ്. വീടുകളിൽ സിലിണ്ടർ എത്തിക്കുന്ന ഡെലിവറി ജീവനക്കാർ വഴിയും ഈ സേവനം പ്രയോജനപ്പെടുത്താം. സമയപരിധി നീട്ടിയത് വഴി സാധാരണക്കാരായ നിരവധി ആളുകൾക്ക് വലിയ ആശ്വാസമാണ് കമ്പനി നൽകുന്നത്. മാത്രമല്ല, കൃത്യമായ രേഖകൾ സമർപ്പിച്ച് എല്ലാവരും ഈ പരിശോധന ഉടൻ തന്നെ പൂർത്തിയാക്കാനും ശ്രമിക്കണം. സാങ്കേതിക തടസ്സങ്ങൾ ഒഴിവാക്കാൻ രാത്രികാലങ്ങളിലോ തിരക്ക് കുറഞ്ഞ സമയങ്ങളിലോ ഇത്തരത്തിൽ ഓൺലൈൻ സേവനങ്ങൾ വഴി EKYC പൂർത്തീകരിക്കുന്നത് നല്ലതായിരിക്കും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.